ഹലോ, എ കെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഒരു സിനിമയുടെ റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാനല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മറിച്ച് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ആകെ മൊത്തത്തിൽ തരംഗമായി മാറിയ ഒരു കാര്യമായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള ഒരു ഇഷ്യൂ. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിയ വലിയൊരു കാര്യം, ഒരു കാഴ്ച ഞാൻ കണ്ടായിരുന്നു. ഇന്ന് ഞാൻ കോളേജിലോട്ട് പോകുന്ന വഴിക്ക് മറൈൻ ഡ്രൈവിൽ ഞാൻ കോളേജിലോട്ട് പോകുമായിരുന്നു. ബസ്സിൽ കൂടിയാണ് ഞാൻ പോകുന്നത് കോളേജിലോട്ട്. അപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് മറൈൻ ഡ്രൈവ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ഞാൻ കണ്ട ആ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് ഈ ഡാം വീണ്ടും പുതുക്കി പണിയുന്നതിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിരാഹാര സമരം നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. പുള്ളി അവിടെ പറയണതെല്ലാം, അതായത് ഇത് വീണ്ടും പുനർനിർമ്മിക്കണമെന്ന്, ആ ഉത്തരവ് ഇടുന്നവരെ അവിടുന്ന് ആരും ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന രീതിയിൽ വളരെ ഉറച്ചത്തോടെയാണ് അവിടെ അവർ പ്രതിഷേധിച്ചത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കൊരു മനസ്സിലായി. ഞാൻ നോക്കിയിട്ട് ഒറ്റ മനുഷ്യർ ഇത് കാണുന്നല്ലാതെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ ഇതിനൊരു അറ്റ്ലീസ്റ്റ് കൂടെ നിൽക്കാൻ ഞാൻ കണ്ടപ്പോൾ കുറച്ച് പേരാണ് നിന്നോടെ ആകപ്പാട്. ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ അവിടെ ആൾക്കാർ വീണ്ടും കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ കുറച്ച് കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാം വീണ്ടും ഒന്ന് പുതുക്കി പണിയണമെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, പണ്ടത്തെ കാലം ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് ഈ ഡാം. അന്ന് അവർ ഇതിന് 50 വർഷത്തോളം ഈ ഡാമിന് ആയുസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത് 127 വർഷം, അതായത് ഇപ്പോൾ ആ ഡാമിന് 127 വയസ്സുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ ഷട്ടർ തുറന്നിട്ട് വർഷം കുറേയായി. അപ്പോൾ ഇപ്പോൾ എത്ര അടിയോളം വെള്ളമായിരിക്കും കൂടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എൻ്റെ ഊഹം വെച്ച് നോക്കുമ്പോൾ ഒരു 130-140 അടി മീറ്ററിലുള്ള വെള്ളം എന്തായാലും നിറഞ്ഞിട്ടുണ്ടോയെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും സപ്പോസ് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചാൽ നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണമല്ല, മറിച്ച് ഇതെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് ഇവിടുത്തെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കണം. ഈ ഇഷ്യൂവിനെ നിങ്ങൾ വെറുതെ മുമ്പത്തെ മാതിരി ഒന്നും തള്ളിക്കളയരുത്. കാരണം കുറേ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് വിലയുള്ളൊരു കാര്യമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം കുറേ നാൾ മുമ്പ് വയനാട്ടിൽ നടന്ന ദുരന്തം ഞാനായിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നിയത്. നമ്മളെല്ലാവരും ഒരുപാട് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു ദുരന്തം വരുന്നത്. അതിൽ മരണപ്പെട്ട എല്ലാ നിരപരാധികളായ എല്ലാവർക്കും എൻ്റെ ഹൃദയവേദനയോടെ ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ദയവ് ചെയ്ത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കാം. പ്ലീസ് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം ആൻഡ് സേവ് കേരള. വേറൊന്നും കൊണ്ടുമല്ല, ഇതിപ്പോൾ നിങ്ങൾ സർക്കാർ ഇന്നത്തെ സിസ്റ്റം തന്നെ ഇപ്പോൾ ഒട്ടും ശരിയായിട്ടല്ല പോകുന്നത്. മറിച്ച് ശരിയായിരുന്നെങ്കിൽ ഈ ഡാം പുതുക്കി പണിയാനുള്ള ഉത്തരവ് നിങ്ങൾ ഇടുമായിരുന്നു. നിങ്ങൾ ഉത്തരവ് ഇടുമായിരുന്നു. കാരണം ഇപ്പോഴും വളരെ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചർച്ചയാവാറുണ്ട്. പക്ഷേ നിങ്ങളിത് ഇത് പലപ്പോഴും ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരെ നിങ്ങളത് ഉള്ളിലൊരു പേടി, അതായത് മൊത്തം ആൾക്കാരെ പാനിക്ക് സൃഷ്ടിക്കുന്നത് തുല്യമാണ് ഇപ്പോൾ ഈ ന്യൂസൊക്കെ പറഞ്ഞു വരുത്തുന്ന കാര്യത്തിൽ. അങ്ങനെ അവിടെ പാനിക്ക് മാറ്റുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങൾ ഈ ഉത്തരവ് ഇടുന്നത്. ഈ ഡാം വീണ്ടും പുതുക്കി പണിയാനായിട്ട് നിങ്ങൾ ഉത്തരവിടുന്നത് എത്രയോ നന്നായിരിക്കും. കുറേ ആൾക്കാരുടെ ജീവൻ ഇനി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. മുല്ലപ്പെരിയാർ ഡാം എന്തെങ്കിലും അവസാനിച്ചാൽ ഈ കേരളവും തീരും. ഇവിടെയുള്ള ഓരോ മനുഷ്യരുടെ ജീവനും ജീവജാലങ്ങളും എല്ലാം നശിക്കും. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് കരുതാണ്. ഞാനിത് നിങ്ങൾക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുന്നതല്ല, ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദയവ് ചെയ്ത് നിങ്ങളിത്
ഈ ഈ നാടിനെ ഈ നാടിനെങ്കിലും രക്ഷിക്കണം ദയവ് ചെയ്ത്. കാരണം നിങ്ങൾക്ക് ഈ സപ്പോസ് ഇത് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ സാധാരണക്കാർ ജനങ്ങൾക്ക് അതില്ല. അവർക്ക് മുന്നിൽ ഒരു ഒറ്റ കാര്യമുള്ളൂ, ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടുക, അതല്ലെങ്കിൽ ഒരുമിച്ചങ്ങ് മരിക്കുക എന്നൊന്ന് ഒറ്റയ്ക്ക് നേരിടണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ട് ഇതിന് ഉറപ്പായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം. നിങ്ങൾ അത് ആ ഡാം വീണ്ടും പുതുക്കി പണിയുമെന്നൊരു വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പ്ലീസ് ഡീകമ്മീഷൻ ദ മുല്ലപ്പെരിയാർ ഡാം. സേവ് കേരള.